നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. സ്ത്രീകളിലും പെൺകുട്ടികളിലും പൊതുവേ കാണിക്കുന്ന ഒരു പ്രശ്നമാണ് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അത് എല്ലാ കേസുകളിലും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. എന്നാൽ ചില ആളുകളിൽ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ എത്രത്തോളം അതിന് മൈൻഡ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കെയർ കൊടുക്കാതിരിക്കുന്ന സമയത്ത് അത് പിന്നീട് വഷളായിട്ട് നല്ല ബുദ്ധിമുട്ടായിട്ട് കാണിക്കാറുണ്ട്. അത്തരം കേസുകളിൽ അവരിൽ കോംപ്ലിക്കേഷനായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് സിംറ്റംസ് ആയിട്ട് തന്നെ ബോഡിയിൽ കാണിക്കും. അതായത് ഇതിൻ്റെ അതായത് നല്ല രീതിയിൽ ഡിസ്ചാർജ് പോവുക, ആ ഒരു ഡിസ്ചാർജിന് ഫൗൾ സ്മെൽ ഉണ്ടാവുക, അതിൻ്റെ എമൗണ്ട് കൂടുക. അപ്പോൾ ഇത്തരം കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്ര നിസ്സാരമാക്കി വിടാൻ പാടില്ല. ഇപ്പോൾ നോർമലി ഇപ്പം ഒരു വൈറ്റ് ഡിസ്ചാർജ് വജൈന അഥവാ യോനി ഭാഗത്തു നിന്നും ഉണ്ടാവും. അതെന്ന് പറയുന്നത് അവിടുത്തെ ബാക്ടീരിയനൊക്കെ നശിപ്പിക്കാനും അതുപോലെ തന്നെ അവിടുത്തെ ഒരു നോർമൽ pH ഒക്കെ ഒന്ന് കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. നോർമലി നമ്മുടെ വായയിലൊക്കെ ഉമിനീര് വരുന്ന പോലെ തന്നെ വജൈനയിൽ വരുന്നതാണ് ആ ഒരു വജൈനൽ ഡിസ്ചാർജ്. അപ്പം അത് അവിടുത്തെ ഒരു നോർമൽ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് പോകാൻ ആ ഒരു ഡിസ്ചാർജ് വേണം. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ മെനാപ്പോസ് ആയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നല്ല ഡ്രൈ ആയിരിക്കും. അപ്പോൾ അവരിൽ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ഡിസ്ചാർജുകളൊക്കെ തന്നെ വളരെയധികം എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര ഡ്രൈനെസ് ആയിരിക്കും, അവർക്ക് ഭയങ്കര പെയിന്, ഇറിറ്റേഷന് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടത് അവിടെ ഒരു പെയിൻ വരാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു ഡ്രൈനെസ് കൂടാതിരിക്കാനൊക്കെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സിങ്ങനെ നോർമലി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഡിസ്ചാർജിൽ തന്നെ നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വശമുണ്ട്. അതായത് ഡിസ്ചാർജ് നല്ല രീതിയിൽ കൂടുക, നല്ലൊരു ബാഡ് ഓർഡറായിട്ട് വരിക, അതിൻ്റെ കളർ ചേഞ്ചസിലും മാറുക. അതായത് ഇപ്പം നോർമലി ഉള്ളത് ഒരു തിന്ന് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് കളറിലാണ് നോർമലി നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു കളർ ചേഞ്ചസ് ആയിട്ട് ഒരു ബ്രൗണിഷ് കളറിലോട്ടോ അല്ലെങ്കിൽ നല്ല കട്ടിയോട് കൂടിയിട്ട് പോവുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അസോസിയേറ്റഡ് ആയിട്ട് സ്മെല്ലുണ്ടാവുക. ചില കേസുകളിൽ നമ്മൾ ഗ്രീൻ കളേർഡിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത്തരം കേസുകളൊക്കെ നിങ്ങൾ വളരെയധികം സീരിയസ് ആക്കണം. കാരണം നമുക്കറിയാം യോനി ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിലോട്ട് ആ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനും അല്ലെങ്കിൽ സെർവിക്സിലോട്ട് ആ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനൊക്കെ ഉള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത് പ്രോപ്പർ കെയർ ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം, നിസ്സാരമാക്കി വിടാൻ പാടില്ല. അപ്പോൾ നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരിൽ കുറച്ച് സിംറ്റംസ് കാണിക്കും. നല്ല വൈറ്റ് ഡിസ്ചാർജ് നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ സിംറ്റംസ് കാണിക്കും. ഇതിനെ നമ്മൾ മലയാളത്തിൽ അസ്ഥി ഉരുക്കം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ സിംറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ പറയുന്നത് നല്ല രീതിയിലുള്ള വെയിറ്റ് ലോസ് ഉണ്ടാവും. ആ പേഷ്യൻറ്റിൽ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വെയിറ്റ് ലോസ് നമുക്ക് അവരിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ വെയിറ്റൊക്കെ കുറയുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവർ അനീമിക് ആവുക, അവരിൽ വിളർച്ച കൂടുതലായിട്ടും കാണാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ക്ഷീണം, ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വരാം. കാരണം അനീമിക് ആവുക അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയാന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികളിലൊക്കെ ആയിക്കോട്ടെ പെൺകുട്ടികളിലൊക്കെ ആയിക്കോട്ടെ ക്ഷീണം പെട്ടെന്ന് വരും. അപ്പോൾ അവർക്ക് പഠിക്കാനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല, എപ്പോഴും ക്ഷീണമാണ്, അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒരു HB കുറയുന്നത് കൊണ്ട് അസോസിയേറ്റഡ് ആയിട്ട് കാണിക്കുന്നതാണ് മുടി കൊഴിച്ചിൽ, ശരീരത്തിൽ എപ്പോഴും ഒരു കുളിരും തണുപ്പും പോലെയൊക്കെ ഫീൽ ആവുന്ന കണ്ടീഷൻ. അതുപോലെ തന്നെ അവരിൽ നടുവേദന, നല്ല രീതിയിലുള്ള നടുവേദന, ഒരു ബാക്ക് പെയിൻ ആയിട്ടുണ്ടാവാം ഈ ഒരു ഡിസ്ചാർജ് കൂടുന്ന സമയത്ത്. കാരണം നമ്മൾ അസ്ഥി ഉരുക്കം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു അത് നമ്മുടെ ബോൺസിനെയും മസിൽസിനെയും ഒക്കെ റിലേറ്റഡ് ആവുന്നുണ്ട്. അപ്പം വേദനകളൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ പുളിച്ച് തേട്ടി വരിക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ കോമൺ ആയിട്ട് നമുക്ക് ഈ ഒരു പേഷ്യൻറ്റിൽ കാണാൻ സാധിക്കും. വീക്ക്നെസ് തന്നെ കൂടുതലാണ്. ഈ വൈറ്റ് ഡിസ്ചാർജും വീക്ക്നെസ്സും കൂടി ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, HB ഒക്കെ വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ അത് നോക്കുക. നോർമലി ഈ ഒരു ഡിസ്ചാർജ് ഒന്നെങ്കിൽ ഓവുലേഷൻ പീരീഡിൽ അല്ലെങ്കിൽ പീരീഡ്സ് ആവുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുൻപായിട്ട് ആ സമയങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ ഡിസ്ചാർജ് ഉണ്ടാവും. ഇപ്പം പീരീഡ്സ് ഒക്കെ നിന്നു, അതായത് മെനാപ്പോസ് എത്തിക്കഴിഞ്ഞ സ്ത്രീകളിൽ നല്ല രീതിയിലുള്ളൊരു ഡിസ്ചാർജ് പോകുന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ടുള്ള ഒരു കെയർ എടുക്കണം. കാരണം അങ്ങനെ പീരീഡ്സ് നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ഡിസ്ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം കേസുകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറെ കാണുക, നിങ്ങൾക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. പിന്നെ എല്ലാ സ്ത്രീകളാണെങ്കിലും വർഷത്തിലൊരു തവണയെങ്കിലും പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യണം, പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കുക, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ക്ഷീണം ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകം നോക്കേണ്ടത് ഒന്ന് ഹൈജീനാണ്. വജൈനൽ ഹൈജീൻ കീപ്പ് ചെയ്ത് പോകണം. പിന്നെ ഇതൊരു ഹോർമോണൽ ബാലൻസിൻ്റെ ഭാഗമായിട്ട് വരാം, ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് കൂടുതലാവാനുള്ള ചാൻസസ് ഉണ്ട്.
അപ്പം ഹൈജീൻ നല്ല രീതിയിലല്ല നമ്മൾ കീപ്പ് ചെയ്ത് പോകുന്നതെങ്കിൽ ഈ പ്രശ്നം വരാം. അപ്പം നിങ്ങൾ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പം ഒരു പീരീഡ്സ് ആവുന്ന സമയത്തൊക്കെ നമ്മുടെ വജൈനൽ ഏരിയ ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ അവിടെ കൂടുതൽ സോപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വജൈനൽ വാഷ് പോലുള്ള മറ്റൊന്നും അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ വാഷ് ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും ഡ്രൈ ആക്കി വെക്കാനും കൂടി ശ്രദ്ധിക്കാം. നല്ല ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂവപ്പൊടി വെള്ളത്തിലിട്ട് കുടിക്കുകയും അല്ലെങ്കിൽ ത്രിഫല ചൂർണ്ണം ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ ഒരു വാഷ് നടക്കും. അതായത് വജൈനൽ വാഷ് നമുക്ക് ത്രിഫല ചൂർണ്ണം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം അരിച്ചിട്ട് നമുക്ക് ആ ഒരു ഏരിയ കഴുകുന്നതൊക്കെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കും. അപ്പം ഇത്തരം ബുദ്ധിമുട്ടുകളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിടക്കുന്നുണ്ട്, കുറേ കാലമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, കൺസൾട്ടേഷനൊക്കെ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.